ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 2ാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? പൂവ് ചിരിച്ചു. ഇവിടെ നോക്കിക്കേ മക്കൾ, ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു വിത്ത് മുളയ്ക്കാറായി വരുന്നുണ്ട്. 2 കുഞ്ഞിലകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ ഒരു തുമ്പിയുണ്ട്, അതുപോലെ തന്നെ ഒരു മണ്ണിരയുണ്ട്, പിന്നെ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ഈ തുമ്പി എന്താ ചോദിക്കുന്നത്? മുളച്ച് വരുന്ന ആ ചെടി കണ്ടിട്ട് ചോദിക്കുകയാണ്, അത് ആരാ? അപ്പോൾ ചെടി ഒന്നും മറുപടി പറയുന്നില്ലല്ലേ. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ആരാ അത്? ഇത് കേട്ട മണ്ണിര ചെടിയെ നോക്കി ചോദിക്കുന്നത് എന്താണ്? നീ ആരാ? അപ്പോഴാണ് വിത്ത് മറുപടി പറയുന്നത്, ഞാൻ ചെടി അല്ലേ. അപ്പോൾ മക്കൾ അവിടെ ഞാൻ ചെടി എന്ന് എഴുതി ചേർക്കുക. അടുത്ത പേജ് നോക്കിക്കേ, അത് ആരാ? ഇവിടെ ചെടിയുണ്ട്, പിന്നെ ഉറുമ്പുണ്ട്, അതുപോലെ തന്നെ ചെടിയുടെ ഇലയിൽ ഒരു പുഴു ഉണ്ട് അല്ലേ. അപ്പോൾ ചെടിക്ക് പുഴുവിനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലായില്ല, ആരാന്നറിയില്ല. അപ്പോൾ ചെടി ചോദിക്കുകയാണ്, ആരാ നീ ആരാ അല്ലേ. 2ാമത്തെ ചോദ്യത്തിനാണ് പുഴു ഉത്തരം പറയുന്നത്, ഞാൻ പുഴു. അങ്ങനെ അപ്പോൾ ഉറുമ്പ് ആ പുഴുവിനെ കണ്ടിട്ട് ഉറുമ്പ് പറയാണ്, ഉറുമ്പിനറിയാം അല്ലേ പുഴുക്കൾ ചെടിയുടെ ഇല തിന്നും എന്നുള്ളത്. അപ്പോൾ ഉറുമ്പ് പറയാണ്, പുഴു ഇല തിന്നും എന്ന്. പിന്നെ എന്ത് സംഭവിച്ചു? ആ പുഴു ഇല തിന്നാൻ തുടങ്ങി. ഇത് കണ്ട ഉറുമ്പ് പാവം ചെടി എന്ന് പറയാണ്. അടുത്ത ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? ഒരാടുണ്ട്, നമ്മുടെ കുഞ്ഞു ചെടിയുണ്ട്, അതുപോലെ തന്നെ ഒരു കോഴിക്കുഞ്ഞുണ്ട്. അപ്പോൾ ആരാണ് വന്നത്? ആട് വന്നു. എങ്ങനെ വന്നു? ചാടി വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആട് എന്തിനാണ് ഇങ്ങനെ ചാടി വരുന്നത്? അതിൻ്റെ ആ ചെടിയുടെ ഇലകൾ കഴിക്കാനല്ലേ. അപ്പോൾ ചെടി ചോദിക്കുകയാണ്, നീ ആരാന്ന്. അപ്പോൾ ആട് മറുപടി ഒന്നും പറയില്ല. അപ്പോൾ ചെടി ഒന്നും കൂടെ ചോദിക്കും, നീ ആരാ? അപ്പോൾ ആട് മറുപടി പറയും, ഞാൻ ആട്. അപ്പം നമ്മുടെ കുഞ്ഞിക്കോഴിക്ക് അറിയാം ആട് ചെടിയുടെ ഇല തിന്നാനാണ് വരുന്നത് എന്ന്. അപ്പോൾ കുഞ്ഞിക്കോഴി എന്ത് പറയും? ആട് ഇല തിന്നും. അങ്ങനെ ആട് ഇല തിന്നു. അപ്പോൾ കുഞ്ഞിക്കോഴി പറയാണ്, പാവം ചെടി. അടുത്ത പേജ് നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ചെടിയുണ്ട്. ചെടി കഴിഞ്ഞ ചിത്രത്തിലുള്ളതുപോലെയാണോ? അല്ല അല്ലേ, വാടി ക്ഷീണിച്ചാണ് ചെടി നിൽക്കുന്നത്. ഇലകളൊക്കെ വാടിയിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടിനെ കാണിക്കുന്നുണ്ട്. സൂര്യനാണെങ്കിൽ നല്ല ചൂടുള്ള, നല്ല വേനലിലുള്ള സൂര്യനാണ് അല്ലേ. അപ്പം നമുക്കിവിടെ എന്തെഴുതണം? സൂര്യൻ്റെ ചൂട് കൂടി ചെടി വാടി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്, ചെടിയെ കണ്ടിട്ട് എന്താണ്? വണ്ടിന് സങ്കടമാണ്. അപ്പോൾ വണ്ട് പറയാണ്, പാവം ചെടി. അടുത്ത പേജ് നോക്കിക്കേ, ചെടിയുടെ സങ്കടം കണ്ടിട്ട് മേഘം കറുത്തു. മേഘം കറുത്താൽ എന്ത് ചെയ്യും? മഴ പെയ്യും അല്ലേ. മഴ പെയ്ത് ചെടിക്ക് വെള്ളം കിട്ടി. ചെടി വെള്ളം വേരിലൂടെ വലിച്ചെടുത്ത് തണ്ടിലെത്തിയപ്പോൾ തണ്ട് നിവർന്നു. പിന്നെയോ ഇലകളിലേക്ക് എത്തിയപ്പോൾ ഇലയും നിവർന്നു അല്ലേ. നല്ല ഉഷാറുള്ള ചെടിയായി. അപ്പം നമുക്ക് അവിടെ എന്തെഴുതാം? മഴ വന്നു, മഴ വന്നു, ലാലലാ ലാലലാ മഴ വന്നു. അടുത്ത ചിത്രം നോക്കിക്കേ, നല്ല രീതിക്ക് തന്നെ മഴ പെയ്തു അല്ലേ. വെള്ളം ചെടിയുടെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം മുകളിലായാൽ എന്ത് സംഭവിക്കും? ചെടിക്ക് വെള്ളത്തിൽ താഴ്ന്നു പോയാൽ എന്ത് സംഭവിക്കും? ചെടി ചീഞ്ഞു പോകൂലേ. അപ്പോൾ അവിടെ ആര് വന്നു? ആമ വന്നു. ആമയ്ക്ക് ചെടിയെ കണ്ട് സങ്കടം തോന്നി. അപ്പോൾ ആമ എന്ത് പറയും? പാവം ചെടി അല്ലേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു പാഠത്തിൻ്റെ കുഞ്ഞെഴുത്തുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കണ്ടാലോ.